കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന 3 തരത്തിലുള്ള ഭക്ഷണ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുക്ക് ചെയ്യാൻ എടുക്കുന്ന ഓയിൽ. സ്ഥിരമായിട്ട് റിഫൈൻഡ് ഓയിൽ കുക്ക് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ അത് ശരീരത്തിലെ മോശം കൊളസ്ട്രോളായ LDLും ട്രൈഗ്ലിസറൈഡ്സും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. മാത്രമല്ല, സ്ഥിരമായിട്ട് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുന്നത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാകും. ഇത് ഒരുപാട് പ്രോസസ്സ് ചെയ്തിട്ടാണ് റിഫൈൻഡ് ഓയിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് ന്യൂട്രിയൻസ് ഒന്നും ഇല്ലായിരിക്കും. മാത്രമല്ല, ട്രാൻസ് ഫാറ്റ് കൂടുതലുമാണ്. ഇത് കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതിന് കാരണമാകും. മാത്രമല്ല, എപ്പോഴും കുക്ക് ചെയ്യാൻ, പ്രത്യേകിച്ച് ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ സ്മോക്ക് പോയിന്റ് ഹൈ ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തതാണ് ബിസ്ക്കറ്റ്. റെഗുലറായിട്ട് ബിസ്ക്കറ്റ് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ബിസ്ക്കറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പഞ്ചസാര ഇല്ലാത്ത ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ ഓട്സ് റിച്ച് ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ, ഗീ റിച്ച് ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ, ജാഗറി അടങ്ങിയ ബിസ്ക്കറ്റുകൾ എന്നൊക്കെ ഒരുപാട് തരത്തിലുള്ള ബിസ്ക്കറ്റുകൾ, ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഒരു തരത്തിലുള്ള ബിസ്ക്കറ്റ് ഒട്ടും ഹെൽത്തി അല്ല. കാരണം ഇതിലെല്ലാം തന്നെ അനാരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് മോശം കൊളസ്ട്രോളായ LDLും ട്രൈഗ്ലിസറൈഡ്സും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. മാത്രമല്ല, അമിതവണ്ണത്തിനും ഷുഗറിനും ഒക്കെ കാരണമാവാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ ഒന്നാണ് പാക്ക് ചെയ്യപ്പെടുന്ന ജ്യൂസുകളും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഒരുപാട് കിട്ടാനുണ്ട്. പക്ഷേ ഇതിലെല്ലാം തന്നെ കോൺ സിറപ്പ്, അല്ലെങ്കിൽ പഞ്ചസാര, അല്ലെങ്കിൽ ഫ്രക്ടോസ് ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല, പ്രിസർവേറ്റീവ്സും അടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം തന്നെ ഹെൽത്തിനെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇത്തരം പാക്ക് ചെയ്യപ്പെടുന്ന ജ്യൂസുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തതാണ് നല്ലത്. ചിലർ റെഗുലറായിട്ട് ഇത്തരം ജ്യൂസുകൾ കുടിക്കുന്നുണ്ട്. ഇതും അമിതവണ്ണത്തിനും കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും ഷുഗർ വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ കാരണമാവാറുണ്ട്.